ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഈ ഒരു ഇഫ്താറിന് ഞാൻ ഉണ്ടാക്കിയിട്ടോ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം മുട്ടക്കൽമാസ്. അപ്പോൾ ഈ മുട്ടക്കൽമാസ് എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് അറിയണമെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. വീഡിയോ ആരും സ്ക്രോൾ ചെയ്യല്ലേ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാണ്. അൽഹംദുലില്ലാ, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സഹകരിച്ച എല്ലാ വ്യക്തിത്വങ്ങളോടും, എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, ഞാൻ അറിയാത്ത എൻ്റെ കുറേ കൂട്ടുകാർ, അവരോടൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും തുടർന്നും എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തത് അരമുറി തേങ്ങ ചിരവിയതാണ്. തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്തത് ചുവന്ന ഉള്ളിയാണ്, ചെറിയ ഉള്ളി, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്തത് വലിയ ജീരകം, ചെറിയ ജീരകം 1/2 സ്പൂൺ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. വല്ലാണ്ട് അരയണ്ട, ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം ഒരു പാത്രം എടുക്കുക. പാത്രത്തേക്ക് 1 കപ്പ് പച്ചരിപ്പൊടി എടുക്കുക. ആ പൊടിയിലേക്ക് ഈ അരച്ച് വെച്ചതിട്ട് നന്നായിട്ട് ചേർത്ത് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ചേർത്തത് നമ്മൾ ഒരു പാത്രത്തിൽ ഉപ്പിട്ട തിളച്ച വെള്ളമാണ്. അത് നല്ല തിളച്ച വെള്ളം ഈ മാവിൽ, ഈ പൊടിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ കയ്യിലൊക്കെ ഉരുട്ടിയെടുക്കണ പാകത്തിന് അതൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ച് അതൊരു ഭാഗത്ത് അവിടെ അങ്ങനെ അടച്ചു വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു വലിയ സവാള എടുത്തുങ്ങാണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർത്തത് 2 പച്ചമുളകാണ്, ചെറുതാക്കി അരിഞ്ഞിട്ട് പച്ചമുളകും അതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോയി വന്നപ്പോൾ പിന്നെ ഇതിൽ ചേർത്തൊരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്, അങ്ങനെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലിങ്ങോട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുക, നല്ലോണം ഇളക്കിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഇതിൽ പിന്നെ ചേർത്ത് കൊടുത്തൊരു സ്പെഷ്യലാട്ടോ. അതാണ് മുട്ട വേവിച്ചൊരു 3 മുട്ട വേവിച്ചിട്ട് നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞിട്ട് ഇതിൽ ചേർത്തി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. പിന്നെ അതിൽ ചേർത്ത് കൊടുത്ത് നമ്മൾ മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പില അതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുക, ചൂടാറാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചില്ലേ, ആ മാവ് എടുക്കുക. മാവിന്ന് ചെറിയ ഓരോ ബോൾസ് എടുത്തുകൊണ്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് ഈ കൂട്ട് ഇതിൽ വെച്ച് നിറച്ചിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കൂലേ, അതേമാതിരി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഉന്നക്കായ ഉണ്ടാക്കി വെച്ച മാതിരി ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി വെക്കുക. കട്ടില്ലാതെ പരത്തിയെടുക്കണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ വേവിക്കുന്ന ഇഡ്ലിച്ചെമ്പിലാണ് കേട്ടോ. ഇഡ്ലിച്ചെമ്പിൽ ഓരോന്നിങ്ങനെ പെറുക്കി വെച്ചിട്ട് നന്നായിട്ട് ആവിയിൽ ഒരു 10-20 മിനിറ്റ്, 10 മിനിറ്റൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടു. പിന്നെയൊക്കെ കുറച്ച് വെച്ചിട്ട് അതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വേവായി വന്നപ്പോൾ ഇത് നമ്മളതിന് എടുത്ത് വെക്കുക, ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം കേട്ടോ നമ്മൾ പിന്നെ ഇതിൽ ഒരു സംഭവം കൂടി ചെയ്യാണ്ട്, ഒരു ബൗളെടുക്കുക. അതിൽ നമ്മൾ കാശ്മീരി ചില്ലി
പൗഡർ ഇട്ട് കൊടുക്കുക, 2-3 സ്പൂണ്. അധികമൊന്നും വേണ്ട, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഇതില്ലേ, ഈ സംഭവം ഇതിലിട്ടുകാണ്ട് എല്ലായിടത്തും സ്പ്രെഡാക്കിയിട്ട് നമ്മളിത് തിളച്ച എണ്ണയിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2 പുറം 3 പുറമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും പാടെ മിക്സ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വന്നതാണ് കേട്ടോ, വേറൊന്നുമല്ല പതവ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളിത് ഓരോന്നും അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ വേഗമാണ് കേട്ടോ ഉണ്ടാക്കാൻ, അത്ര വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അത് അവിടെ നമ്മളെ മുട്ടക്കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഞാനും ഇതുപോലെ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്നും ഒരുപോലത്തെ എണ്ണക്കടികളൊന്നും ഉണ്ടായി കഴിക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക, ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.